ഹലോ ഡിയേഴ്സ്, മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ചാർലി സിനിമയിൽ ചാർലി ഇത് ചോദിച്ച് കേട്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് നമുക്കിതൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ പല പല കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ആ യാത്ര നീണ്ടു പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്വപ്ന യാത്രയുടെ ലിസ്റ്റിലുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ വെക്കേഷനിൽ പ്രണയമാണ് യാത്രയോട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ ഈ യാത്രയ്ക്ക് എന്തായാലും ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു യാത്ര ആയതുകൊണ്ട് എങ്ങനെയാവും എന്നുള്ള കുറേ ആശങ്കകളുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു സ്ട്രേഞ്ച് ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ മാത്രമേ അങ്ങനെ ട്രിപ്പുകൾ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതെങ്ങനെ നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരാശങ്കകൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ 2:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. 11 മണിയാകുമ്പോൾ അവിടെ എത്തേണ്ടതാണ്. പിന്നെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിയേനെ. പക്ഷേ പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അമ്മാളും ചെറിയ വോമിറ്റിങ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തി ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ID കാർഡ് കിട്ടി. KTDCൻ്റെ ഓഫീസ് റോസ് ഗാർഡൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ റോസ് ഗാർഡൻ്റെ അവിടെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടിക്ക് വരുന്നവർക്ക് അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അല്ലാത്തവരെ അവർ വന്നിട്ട് ടൗണിൽ വന്നിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നേരം റോസ് ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. മുൻപ് നമ്മൾ കണ്ടതാണ്, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഓരോരുത്തർ എത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടേതായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോഴത്തേക്ക് ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും എല്ലാ മെമ്പേഴ്സും എത്തി. നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. മഹീന്ദ്ര ജീപ്പിലാണ് നമ്മുടെ യാത്ര. ദുർഘടമായ പാതയിലൂടെ ഇങ്ങനെ കുതിച്ചു പോയാൻ എന്തായാലും നമുക്ക് മഹീന്ദ്ര തന്നെ വേണം. നമ്മുടെ വണ്ടി എന്തായാലും അങ്ങോട്ട് പോവില്ല. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ സൈലൻറ്റ് വാലി ഒരു മൈതാനമുണ്ട്. അത് നമ്മൾ മൂന്നാറിലെ സൈലൻറ്റ് വാലി നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും പോയി നോക്കാം. ആദ്യമായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ തേയിലക്കാടുകളൊക്കെ ഈ കളർ മാറിയിരിക്കുന്നത് കണ്ടില്ലേ? അത് ചുണ്ണാമ്പ് അടിച്ചതാണെന്നാണ് കേട്ടത്. അത് കീടനാശിനി പ്രയോഗം എന്നുള്ള രീതിയിൽ ചുണ്ണാമ്പ് അടിച്ച് ഇങ്ങനെ വെളുത്തിരിക്കുകയാണ് കേട്ടോ കുറേ ഭാഗം. അങ്ങനെ നമ്മൾ നമ്മുടെ സൈലൻറ്റ് വാലി മൈതാനത്തെത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇങ്ങനെ മഴക്കാലത്ത് അതിമനോഹരമായിരിക്കും. കാരണം ആ നീർച്ചാലുകളൊക്കെ ഇങ്ങനെ പോയ വഴികളൊക്കെ കാണാം. പിന്നെ ഇവിടെയൊക്കെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ ചുണ്ടങ്ങ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ സാദൃശ്യമുള്ള ഒരു ചെടി കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ എന്തായാലും അതിൻ്റെ കായൻ്റെ ഉൾവശം ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഒരു ചായക്കട ഉണ്ട്, ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ബേസ് ക്യാമ്പിലേക്കാണ്. അപ്പം ബേസ് ക്യാമ്പിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ കുറേ പേര് നമ്മുടെ ജീപ്പിൽ കയറിയവരൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു യാത്ര എങ്ങനെയായിരിക്കും, മഞ്ഞ് പെയ്യുന്ന മേഘങ്ങളിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നീങ്ങുന്ന ആ ഒരു മീശപ്പുലിമലയിലെ അനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളത് പോകുന്ന വഴിയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കാരണം ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് അത്രയും കൗതുകമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ കുട്ടികളായി മാറുന്ന പോലെ തോന്നും അല്ലേ? അപ്പോൾ അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. ബാക്കി വിശേഷം പിന്നെ.